എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. ഇപ്പോൾ മാമ്പഴത്തിൻ്റെ സീസൺ ആണല്ലോ. അപ്പം നാട്ടിൽ നിന്നാണ് ഇത് കൊണ്ടുവന്നത് മാമ്പഴം. ഇതാണ് ശരിക്കും നമ്മൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കണ മാങ്ങയാണിത്. ഇതേപോലെ ചെറിയ മാങ്ങ, ചന്ദ്രക്കാരൻ എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ ചപ്പിക്കുടിയൻ എന്നും പറയും ഈ മാങ്ങേനെ. അപ്പോൾ അത് നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തോലൊക്കെ എടുക്കണം. നമ്മൾ തോലെടുക്കുമ്പോൾ ഒന്നുമില്ലെങ്കിൽ നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് പതുക്കേനെ ചെത്തി കൊടുക്കുക. അതല്ലെങ്കിൽ ഇങ്ങനെ ചീന്തി എടുക്കാൻ പറ്റും. പക്ഷെ ചീന്തി എടുത്തു കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മാംസം ഇതിൽ നിന്ന് പോകും. നല്ല മൂർച്ചയുള്ള ഒരു കത്തി കൊണ്ട് നമുക്ക് പതുക്കേനെ തൊലി ചെത്തിയെടുക്കാം. ഒരുപാടൊന്നും ചെത്തിക്കളയണ്ട. കണ്ട, നല്ല പഴുത്തിട്ടുണ്ട് മാങ്ങ. അപ്പോൾ ഒരുപാടൊന്നും ചെത്തിക്കളയണ്ട. സൂക്ഷിച്ച് കുറച്ച് മേലത്തെ ആ ഒരു തൊലി മാത്രം ഒന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് ചെത്തിക്കളയാം. കുറച്ച് സമയം പിടിക്കും കേട്ടോ. അപ്പോൾ അത് ക്ഷമയോടുകൂടെ നമ്മളിതിങ്ങനെ ചെത്തിയെടുക്കാം. ഞാനിത് നന്നായി എല്ലാം ഒന്ന് ചെത്തിയെടുത്തിട്ട് വരാം. അപ്പോൾ മാമ്പഴം എന്താ ഞാൻ തൊലിയൊക്കെ ചെത്തിയെടുത്തു. കണ്ട, ഇതേപോലെ നല്ല പഴുത്ത മാങ്ങയാണ്. ഇത്രയും പഴുക്കണം മാങ്ങ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെള്ളം. മാങ്ങയൊക്കെ ഒന്ന് മുങ്ങിക്കിടക്കണ പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പ്, ഒരു കഷ്ണം ശർക്കര. ഇപ്പോൾ ചില മാങ്ങയ്ക്ക് ചെറിയൊരു പുളി ഉണ്ടാവും. അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ വെള്ളമൊക്കെ നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 10-15 മിനിറ്റ് നേരം വേണ്ടി വരും ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട്. മാമ്പഴം വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ അരച്ചെടുക്കാം. ഞാനിത് 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. നമ്മൾ എത്ര മാമ്പഴമാണോ എടുക്കുന്നത് അതുപോലെ തന്നെ എത്ര പുളിശ്ശേരി വേണോ അതിനനുസരിച്ച് നമുക്ക് തേങ്ങ അരച്ചെടുക്കണം. ഞാനിതിൽ 1/2 മുറി തേങ്ങയും ഒരു 1/2 ടീസ്പൂൺ ജീരകവും, ഇത് രണ്ടും കൂടി നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തു. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര്, പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പോളം തൈര്. ഇനി ഒന്നുകൂടി വെറുതെ ഒന്ന് അടിച്ചെടുക്കാം. ഒരു 10-20 മിനിറ്റായി. നമുക്ക് തുറക്കാം. മാമ്പഴമൊക്കെ ഇപ്പം നന്നായിട്ട് വെന്തു. അപ്പം നമ്മൾ ഈ മാമ്പഴം വേവിക്കുന്നതിൻ്റെ കൂടെ തന്നെ ശർക്കര ഇടുന്നത്. അഥവാ മാമ്പഴത്തിന് പുളി ഉണ്ടെങ്കിൽ അപ്പോൾ ആ ശർക്കരയുടെ മധുരം മാമ്പഴത്തിന് പിടിച്ചോളും. മാമ്പഴ പുളിശ്ശേരി എന്ന് പറഞ്ഞാൽ നല്ല മധുരം വേണമല്ലോ. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കാം. തേങ്ങ അരച്ചത് അതിൽ കൂടെ ഞാൻ തൈരും രണ്ടും ചേർത്തൊന്ന് അരച്ചെടുത്താണ്, അത് ചേർത്ത് കൊടുക്കാം. തേങ്ങ അരച്ച് ചേർത്ത് കൊടുത്തിട്ട് ഒരുപാട് തിക്കാൻ തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിതിപ്പോൾ മിക്സി ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കത് മിക്സ് ചെയ്ത് നോക്കാം. നോക്കിയിട്ട് വേണമെങ്കിൽ ഇനി വെള്ളം ഒഴിക്കാം. ഇനി ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, നല്ല പാകമാണ് ഇതിൻ്റെ അളവ്. തേങ്ങ ചേർത്തിട്ട് പിന്നെ ഒരുപാട് നേരം തിളയ്ക്കണമെന്നൊന്നുമില്ല. ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഒരു മിനിറ്റ് നേരം നമുക്കൊന്ന് സിമ്മിലിടാം. കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 മിനിറ്റ് നേരം ഇതേപോലെ സിമ്മിലിട്ടിട്ട് ഇനി നമുക്കിതിലേക്ക് വറുത്തിടാം. നമുക്കിത് ഇറക്കി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തിടാം. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഉലുവ, ഒരു ഉണക്കമുളക്, കറിവേപ്പില. നമ്മൾ ഈ വറുത്തെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡിയായി. ഇതെൻ്റെ അമ്മ ഉണ്ടാക്കുന്ന സ്റ്റൈലിലാണ്. പിന്നെ ഞാൻ ഏറ്റവും ആസ്വദിച്ച് കഴിക്കണ ഒന്നാണ് ഈ മാമ്പഴ പുളിശ്ശേരി. അതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനെ മാമ്പഴം കയ്യിൽ കിട്ടിയപ്പോൾ ഇങ്ങനെ ഷൂട്ട് ചെയ്യണമെന്ന് ഭയങ്കര ഒരു താല്പര്യം തോന്നി. അപ്പോൾ നിങ്ങൾക്ക് സാധാരണ എല്ലാവർക്കും അറിയണ ഒന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളും ഇതേപോലെയൊക്കെ തന്നെയായിരിക്കും ഉണ്ടാക്കുന്നുണ്ടാവുക. അതല്ല, നിങ്ങൾ ഇതുപോലെ എല്ലാം ഉണ്ടാക്കുന്നത് വെച്ചാൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഇതെൻ്റെ അമ്മ ഉണ്ടാക്കുന്ന രീതിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ശരിക്കും നല്ല മാമ്പഴത്തിൻ്റെ ടേസ്റ്റ് കറക്റ്റ് ഉണ്ടാവും ഇതിൽ. നിങ്ങളെല്ലാം ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാം.